Dears, welcome back to company account classes. Today we are discussing of classes of shares. ഒരു കമ്പനി ഫണ്ട് കണ്ടെത്തുന്നത് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിലൂടെയാണ്. പ്രധാനമായും കമ്പനി ഫണ്ട് സ്വരൂപിക്കുന്നത് ബൈ ഇഷ്യൂയിങ് ഷെയർസ്, ഓഹരി വിൽക്കുന്നതിലൂടെയാണ്. ഷെയറുകളുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. പ്രധാനമായും ഷെയറുകൾ രണ്ട് തരത്തിലാണ്: പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഷെയർസ്. ആസ് യു നോ, പ്രിഫറൻസ് ഷെയർസ് as well as equity shares. First of all, we have to check what is preference shares. As the name indicates, പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രിഫറൻസ് ഉള്ള ഷെയറാണ് പ്രിഫറൻസ് ഷെയർസ്. മുൻഗണന ഓഹരികൾ എന്നൊക്കെ പറയും. മുൻഗണന ഉള്ള ഷെയറുകൾ. ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടാവും. പ്രിഫറൻസ് ഷെയർ ക്യാരീസ് എ പ്രിഫറൻഷ്യൽ റൈറ്റ് ടു ഡിവിഡൻഡ് to be paid at a fixed rate before any dividend is paid to equity shareholders. അതാണ് പ്രിഫറൻഷ്യൽ റൈറ്റ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡർ എന്നാണ് പറയാം. അങ്ങനെയുള്ള ഷെയർ ഹോൾഡർക്ക്, ഒരു കമ്പനിയിലെ പ്രിഫറൻസ് ഷെയർ കൈവശം വെച്ചിരിക്കുന്ന ആൾക്ക് ആ കമ്പനിയിലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുന്നതിന് മുമ്പേ ഡിവിഡൻഡ് ലഭിക്കും. അതാണ് പ്രിഫറൻഷ്യൽ റൈറ്റ്. ഫസ്റ്റ് ഡിവിഡൻഡ് ഇവർക്കാണ് ലഭിക്കുക, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. ഓക്കെ. മാത്രമല്ല ഫിക്സഡ് റേറ്റും ആയിരിക്കും. ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡാണ് അവർക്ക്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് പ്രോഫിറ്റ്. ലാഭം കുറഞ്ഞാലും കൂടിയാലൊക്കെ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ലഭിച്ചിരിക്കും എന്നതാണ്. അങ്ങനെ ഒരു പ്രിഫറൻഷ്യൽ റൈറ്റുള്ള ഷെയറാണ് പ്രിഫറൻസ് ഷെയർ. Upon winding up of the company, preference shareholders are repaid before anything is paid to equity shareholders. മാത്രമല്ല, ഡിവിഡൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കമ്പനി ക്ലോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ റീപേയ്മെൻറ്റ് നടത്തുമ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അവിടെയും പ്രിഫറൻഷ്യൽ റൈറ്റ് ആർക്കാണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അവരുടെ ഫണ്ടാണ് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ. റീപെയ്ഡ് ബിഫോർ എനിത്തിങ് ഈസ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പേ എല്ലാ കണക്കും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെയാണ് കഴിക്കുക. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, അതിനൊരു ഓർഡറുണ്ട്, പേയ്മെൻറ്റിന് ഓർഡറുണ്ട്. ലിക്വിഡേഷൻ സമയത്ത് ഏത് രൂപത്തിലാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതെന്ന ഒരു ഓർഡറുണ്ട്. അത് നിങ്ങൾ ലിക്വിഡേഷനിൽ പഠിക്കും. അപ്പോൾ ആ ഒരു ഓർഡറിൽ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്നതിന് മുമ്പേ പ്രിഫറൻസ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്കാണ് ക്യാപിറ്റൽ തിരിച്ചു കിട്ടുന്നത്. ഓക്കെ. ഈ പ്രിഫറൻസ് ഷെയർ എന്താണ്? പ്രിഫറൻസ് ഷെയർ എന്നിപ്പോൾ ക്ലിയറായി. ഈ പ്രിഫറൻസ് ഷെയറിൻ്റെ ടൈപ്സുകളാണ് നമ്മൾ നോക്കുന്നത്. പ്രിഫറൻസ് ഷെയർ തന്നെ പല രൂപത്തിലുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. A preference share is said to be cumulative when arrears of dividend are cumulative and paid before paying any dividend to equity shareholders. അത് പറയേണ്ട ആവശ്യമില്ല. പ്രിഫറൻസ് ഷെയർ എന്ന് കേട്ടാൽ തന്നെ, അതേത് ടൈപ്പ് ആയിക്കോട്ടെ, പ്രിഫറൻസ് ഷെയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്നതിന് മുമ്പേ പേയ്മെൻറ്റുകൾ, ബെനിഫിറ്റുകൾ ലഭിക്കുന്ന ഒരു ഷെയറാണ് പ്രിഫറൻസ് ഷെയർ. എന്നിരുന്നാലും വാട്ട് ഈസ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ? ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുമ്പോൾ അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ഉണ്ടാവും എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ നോട്ടബിൾ വേർഡായിട്ട് ഓർമ്മിക്കേണ്ടത് കീവേഡ് അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് എന്നതാണ്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ആവണമെങ്കിൽ, ഒരു പ്രിഫറൻസ് ഷെയർ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ആവണമെങ്കിൽ അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ലഭിച്ചിരിക്കണം. എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഒരു വർഷം ലോസാണെന്ന് വിചാരിക്കുക. ഒരു കമ്പനി ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിങ് ഇയറിൽ ലോസിലാണ് പോയത്. അപ്പം എങ്ങനെ ഡിവിഡൻഡ് കൊടുക്കും? ആ വർഷം പ്രോഫിറ്റ് ഇല്ലല്ലോ. എന്നാൽ ആ കമ്പനിയിലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയറാണ് കൈവശം വെക്കുന്നതെങ്കിൽ അവർക്ക് ആ വർഷത്തെ ഡിവിഡൻഡ് അരിയറായിട്ട് കാണിക്കണം. ലാഭമുള്ള വരും വർഷങ്ങളിൽ
നഷ്ടമുണ്ടായ വർഷത്തെ ഡിവിഡൻഡ് കൂടെ ഫിക്സഡ് പെർസെൻറ്റേജ്, നേരത്തെ പറഞ്ഞ ആ ഫിക്സഡ് പെർസെൻറ്റേജ് ഉണ്ടാവുമല്ലോ. പ്രിഫറൻസ് ഷെയറിൻ്റെ പേര് തന്നെ കൂപ്പൺ റേറ്റ് വെച്ചിട്ടാണ് പറയുക. 5% പ്രിഫറൻസ് ഷെയർ, 8% പ്രിഫറൻസ് ഷെയർ, 10% പ്രിഫറൻസ് ഷെയർ, 12% പ്രിഫറൻസ് ഷെയർ, എറ്റ്സെട്ര അങ്ങനെയാണ് പറയുക. കൂപ്പൺ റേറ്റ് ചേർത്തുകൊണ്ടാണ് പ്രിഫറൻസ് ഷെയർ പറയുക. ഒരു കമ്പനിയിൽ തന്നെ പല കൂപ്പൺ റേറ്റുള്ള, ഇൻട്രസ്റ്റ് റേറ്റുള്ള പ്രിഫറൻസ് ഷെയർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അതൊക്കെ പ്രത്യേകം പറയണം. പേഴ്സൻറ്റേജ് പേര് ചേർത്തുകൊണ്ടാണ് പറയുക. ഇൻട്രസ്റ്റ് റേറ്റ് പേര് ചേർത്തുകൊണ്ടാണ് നമ്മൾ പ്രിഫറൻസ് ഷെയറിനെ വിളിക്കുക. അപ്പോൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയർ ഡിവിഡൻഡ് കിട്ടുന്ന പ്രിഫറൻസ് ഷെയറാണ്. മീൻസ് ഏതെങ്കിലും ഒരു വർഷം ലോസ് ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യും, നെക്സ്റ്റ് ഇയറിൽ ലഭിക്കും. ഓക്കെ, അത്തരം പ്രിഫറൻസ് ഷെയറാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. എന്നാൽ മറ്റൊരു ടൈപ്പാണ് നോൺ ക്യുമുലേറ്റീവ്, ഇതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ എന്തായിരിക്കും? സാധാരണ പോലെ ഡിവിഡൻഡ് ഈസ് പേയബിൾ ഔട്ട് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ഈച്ച് ഇയർ. ദർ ഈസ് നോ അരിയർ ഡിവിഡൻഡ്. ഓരോ വർഷവും ലഭിക്കുന്ന പ്രോഫിറ്റിൽ നിന്നാണ് ഡിവിഡൻഡ് കിട്ടുക. പ്രിഫറൻഷ്യൽ റൈറ്റ് ഒക്കെ ഉണ്ടേ, അത് പ്രിഫറൻസ് ഷെയർ എന്ന പേര് കേട്ടാൽ തന്നെ മതി. അപ്പോൾ നോൺ ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോൾ ലാഭം ഉണ്ടെങ്കിൽ മാത്രം ഡിവിഡൻഡ് ലഭിക്കും, നഷ്ടമാണെങ്കിൽ ഡിവിഡൻഡ് ഇല്ല, അരിയർ ഡിവിഡൻഡ് ഇല്ല. ഓക്കെ, അത്തരം പ്രിഫറൻസ് ഷെയറാണ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി പ്രിഫറൻസ് ഷെയർ എന്താ? ക്യുമുലേറ്റീവ് ആണോ നോൺ ക്യുമുലേറ്റീവ് ആണോ? ജനറലി പ്രിഫറൻസ് ഷെയർ ക്യുമുലേറ്റീവ് ആണ്. ഓക്കെ, ജനറലി ഒന്നും പറഞ്ഞില്ലെങ്കിൽ ക്യുമുലേറ്റീവ് ആണ് പ്രിഫറൻസ് ഷെയർസ്. അതേപോലെ മറ്റൊരു ടൈപ്പാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. എന്താണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ? ബിസൈഡ്സ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്, ഷെയർ ഇൻ സർപ്ലസ് ഈസ് ഗിവൺ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡിംഗ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. നമുക്കറിയാം, കമ്പനിയുടെ യഥാർത്ഥ ഓണേഴ്സ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. ഇക്വിറ്റി ഷെയർ കൈവശം വെക്കുന്ന ആളുകളാണ് ഷെയർ ഹോൾഡേഴ്സാണ് റിയൽ ഓണേഴ്സ്. അവർക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഒന്നുമല്ല. അവർക്ക് എല്ലാ കണക്കും കഴിഞ്ഞതിന് ശേഷം, കൊടുക്കേണ്ട ആളുകൾക്കൊക്കെ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് കംപ്ലീറ്റ് ആർക്കുള്ളതാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. ഓക്കെ, എന്നാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനൊരു ഫിക്സഡ് റേറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അവർക്ക് സർപ്ലസിൽ അവകാശമില്ല. ജനറലി പൊതുവേ അവർക്ക് സർപ്ലസിൽ അവകാശമില്ല. എന്നാൽ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയറാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ കൈവശം വെക്കുന്ന പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഈ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഏതായാലും അവർക്കുണ്ട്. അതിന് പുറമെ ബാക്കി വരുന്ന സർപ്ലസിലും പങ്കുണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ന പോലെ സർപ്ലസും അവർക്ക് ഷെയർ ചെയ്യാൻ അനുമതി ഉണ്ട് എന്നതാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു നിലക്ക് സർപ്ലസ് ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പോലെ തന്നെയുള്ള ഷെയർ ഹോൾഡേഴ്സാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അത്തരം അവർ ഹോൾഡ് ചെയ്യുന്ന ഷെയറിൻ്റെ പേരാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റാണ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. അതായത് നമ്മൾ സാധാരണ ഒരു ഷെയർ ഹോൾഡേഴ്സിനെ പറയുന്നത് പോലെ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺലി, നോ ഷെയർ ഇൻ സർപ്ലസ്. അങ്ങനെ ആകുമ്പോൾ ജനറലി പ്രിഫറൻസ് ഷെയർ ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ക്യുമുലേറ്റീവ് നോൺ ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞ സമയത്ത് ജനറലി പ്രിഫറൻസ് ഷെയർ ക്യുമുലേറ്റീവാണ്. അതേപോലെ പാർട്ടിസിപ്പേറ്റിംഗ് ആണോ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ആണോ? പൊതുവേ പ്രിഫറൻസ് ഷെയർ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ആണ്. പാർട്ടിസിപ്പേറ്റിംഗ് ആണെ പ്രത്യേകം പറയണം. പൊതുവേ എന്താണ്? പ്രിഫറൻസ് ഷെയർസ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ആണ്. അവർക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. സർപ്ലസിൽ ഷെയർ ഇല്ല എന്നതാണ് പൊതു നിയമം. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കാറ്റഗറി കൂടെ നോക്കാം, മറ്റൊരു ടൈപ്പ് നോക്കാം. കൺവേർട്ടിബിൾ ആൻഡ് നോൺ കൺവേർട്ടിബിൾ.
കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ദീസ് കൈൻഡ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ആഫ്റ്റർ എ സെർട്ടൈൻ പീരീഡ്. കുറച്ച് കാലം കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയറിനെ ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെയുള്ള ഷെയർ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എങ്കിൽ ആ പ്രിഫറൻസ് ഷെയറിനെ വിളിക്കുന്ന പേരാണ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, ആഫ്റ്റർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. അത്തരം പ്രിഫറൻസ് ഷെയറുകളാണ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് നോൺ കൺവേർട്ടിബിൾ എന്ന് പറഞ്ഞാൽ നോ റൈറ്റ് ഓഫ് കൺവേർഷൻ ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. ഇവിടെയും ജനറലി പ്രിഫറൻസ് ഷെയർ നോൺ കൺവേർട്ടിബിൾ ആണ്. പ്രത്യേകം പറഞ്ഞാൽ മാത്രമേ അത് കൺവേർട്ടിബിൾ ആവുന്നുള്ളൂ. പൊതുവേ പ്രിഫറൻസ് ഷെയർ ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാൻ കഴിയില്ല എന്നതാണ്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുക നോൺ കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് എന്നാണ്. ഓക്കെ, these are the types of preference shares: cumulative and non-cumulative, participating and non-participating, convertible and non-convertible. ഓക്കെ, പിന്നെ ഒരു ക്ലാസിഫിക്കേഷൻ പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു, റെഡീമബിൾ ആൻഡ് ഇറഡീമബിൾ എന്ന്. ഇപ്പോൾ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്. എന്ന് പറഞ്ഞാൽ റെഡീം ചെയ്യാന്ന് പറഞ്ഞാൽ റീപേയ്മെൻറ്റ് തിരിച്ചു കൊടുക്കുക. ഇപ്പോൾ നിലവിൽ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം കമ്പനികൾക്കില്ല, അതുകൊണ്ടാണ് ആ ക്ലാസിഫിക്കേഷൻ പറയാത്തത്. എല്ലാ പ്രിഫറൻസ് ഷെയറും റെഡീമബിൾ തന്നെയാണ്. ഓക്കെ, ഇറ്റ് ഈസ് റീപെയ്ഡ് അപ്പോൺ ദ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ഓർ ആഫ്റ്റർ എ സെർട്ടൈൻ പീരീഡ് ഓഫ് ടൈം. അതുകൊണ്ട് അങ്ങനൊരു ക്ലാസിഫിക്കേഷൻ വേണ്ട. ഇനി നമ്മൾ ഇക്വിറ്റി ഷെയറിനെ കുറിച്ചാണ് പരിശോധിക്കുന്നത്. വാട്ട് ആർ ഇക്വിറ്റി ഷെയർസ്? പ്രിഫറൻസ് ഷെയറിൻ്റെ ഓപ്പോസിറ്റാണ് ഇക്വിറ്റി ഷെയർ. എന്ന് പറഞ്ഞാൽ പ്രിഫറൻഷ്യൽ റൈറ്റ് ഒന്നും ഉണ്ടാവില്ല. എൻ ഇക്വിറ്റി ഷെയർ ഈസ് എ ഷെയർ വിച്ച് ഈസ് നോട്ട് എ പ്രിഫറൻസ് ഷെയർ. അങ്ങനെ പറഞ്ഞാൽ മതി. വാട്ട് ഈസ് ഇക്വിറ്റി ഷെയർ എന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പ്രിഫറൻസ് ഷെയറിനെ കുറിച്ച് പഠിച്ചല്ലോ. അതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ഈസ് എ ഷെയർ വിച്ച് ഈസ് നോട്ട് എ പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് ഷെയർ അല്ലാത്ത ഷെയറാണ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അതിൻ്റെ കൂടെ എന്തൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാം? ഷെയർസ് ദാറ്റ് ഡു നോട്ട് എൻജോയ് പ്രിഫറൻഷ്യൽ റൈറ്റ്. അതേ വാക്കുകൾ തന്നെ ഇവിടെ ഉപയോഗിച്ചാൽ മതി. പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയറാണ് പ്രിഫറൻസ് ഷെയർ, നമ്മൾ നേരത്തെ പഠിച്ചു. എന്നാൽ പ്രിഫറൻഷ്യൽ റൈറ്റ് ഇല്ലാത്ത ഷെയറാണ് ഇക്വിറ്റി ഷെയർ. ഏതിൻ്റെ കാര്യത്തിലാണ് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ളത്? ഇൻ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഓർ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഈ രണ്ട് കാര്യത്തിലും പ്രിഫറൻഷ്യൽ റൈറ്റ് ഇല്ലാത്ത ഷെയറിനെയാണ് ഇക്വിറ്റി ഷെയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയാം, ഷെയർസ് ദാറ്റ് ഡു നോട്ട് എൻജോയ് പ്രിഫറൻഷ്യൽ റൈറ്റ് ഇൻ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഓർ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ആർ ടേംഡ് ആസ് ഇക്വിറ്റി ഷെയർസ്. ഇതൊന്നും ഇല്ലാത്ത, ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്ന കാര്യത്തിലും ഡിവിഡൻഡ് വർഷാവർഷം ഡിവിഡൻഡ് കൊടുക്കുന്ന കാര്യത്തിലും പ്രിഫറൻഷ്യൽ റൈറ്റ് ഇല്ലാത്ത ഷെയറിനെയാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, there is no fixed rate of equity dividend and equity shares carry voting rights. അവർക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താ? വോട്ടിംഗ് റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവില്ല, എന്നാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇല്ലാത്ത ഷെയറുകളാണ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയറിന് ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് പറയില്ല. എല്ലാവർക്കും കൊടുത്തതിന് ശേഷം സർപ്ലസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ലഭിക്കുന്നത്. ഓക്കെ, അതുതന്നെ റിസർവ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലാസസ് ഓഫ് ഷെയർസ് ആണ്. പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഷെയർസ്. കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ലെറ്റ് us see again with another topic in another video. Thank you for all.